ഏറ്റവും കൂടുതൽ ബറക്കത്തുണ്ടാകുന്ന വീടേതെന്നറിയുമോ? ഈ പുറക്കാട്ടിലെ ഏറ്റവും നല്ല ഭവനമേതെന്നറിയുമോ? അല്ലാഹുവിന്റെ കരുണ ഇറങ്ങുന്ന ബറക്കത്തുള്ള ഭവനമേതെന്നറിയുമോ? പടച്ചവനെ, രാവിലെ മുതൽ വൈകുന്നേരം വീടിന്റെ അകത്തൊരു വേലക്കാരിയെ പോലെ കടന്ന് ജോലി ചെയ്യുകയാണ്. എന്നിട്ട് വൈകുന്നേര സമയമെത്തിയപ്പോ വീട്ടിലുള്ളവർക്ക് മുഴുവനും ഭക്ഷണം വിളമ്പി വെച്ചു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കുടുംബജീവിതം വല്ലാതെ തകർന്ന് തരിപ്പണമാകുന്ന ഒരു സാഹചര്യത്തിലൂടെയാ പോകുന്നത്. കുടുംബജീവിതത്തിന്റെ വില പലർക്കും അറിയില്ല, അതിന്റെ മഹത്വം നമ്മളിൽ പലർക്കും അറിയില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്താണ് കുടുംബജീവിതത്തിന്റെ വിലയെന്നറിയുവോ? എന്താണ് ആ പുണ്യമായ ഇബാദത്തിന്റെ മഹത്വം എന്താണെന്നറിയോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സ്വർഗത്തിൽ പോകണം. എല്ലാവരും ആഗ്രഹിക്കുന്നത്, ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നത്, എനിക്ക് സ്വർഗത്തിൽ പോകണമെന്ന് വല്ലാത്ത മോഹമാ. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് 5 നേരം നിസ്കരിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നതും സ്വർഗത്തിൽ പോകാൻ. എങ്കിൽ കള്ളു കുടിച്ചുകൊണ്ട് നിസ്കരിക്കാതെ നടക്കുന്ന, അഹങ്കാരിയെ പോലെ നടക്കുന്ന ഒരു മനുഷ്യന്റെയും ആഗ്രഹമാണ് സ്വർഗത്തിൽ പോകണം. എല്ലാവർക്കും വല്ലാത്ത മോഹമാണ്. നമ്മൾ ആരും ആ സ്വർഗം കണ്ടിട്ടില്ല. പക്ഷേ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വർഗം കണ്ടു. ആ സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ കണ്ടു. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വന്നിട്ട് ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ വല്ലാത്ത മോഹമാണ്. അത് ജീവിതത്തിലെ ഒരു വലിയ അഭിലാഷമായി ഞാനും നിങ്ങളും കാണുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന് അതാ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ സഹാബത്ത് മുഴുവനും ഉൾക്കൊള്ളാൻ കഴിയാതെ പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോ, അല്ലാഹുവിന്റെ ഖുർആൻ എന്താണ് സ്വർഗത്തെ കുറിച്ച് പറഞ്ഞതെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുകയാണ്, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നിങ്ങൾക്ക് എത്ര പറഞ്ഞു തന്നാലും സ്വർഗത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. എത്ര പറഞ്ഞു തന്നാലും നിങ്ങളുടെ ചിന്തകൾക്കപ്പുറമാണ് അള്ളാഹുവിന്റെ സ്വർഗമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, പടച്ചറബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്കാണ് മഹാനായ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച ആ പടച്ചറബിന്റെ സ്വർഗത്തിലേക്കാണ് ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു കടത്തിവിട്ടത്. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിലൂടെ നടക്കുകയാണ്. ഏത് സ്വർഗമെന്നറിയുവോ? ലഹും ജന്നാതുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. അരുവികൾ ഒഴുകുന്ന പടച്ചറബിന്റെ സ്വർഗത്തിലൂടെ ആദം നബി ഇങ്ങനെ നടക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ആ സ്വർഗത്തിന്റെ അവസ്ഥ എന്തെന്നറിയുമോ? ആ സ്വർഗത്തിന്റെ അവസ്ഥ എന്തെന്നറിയുമോ? അവിടെ ആർക്കും രോഗങ്ങളില്ല, അവിടെ ഒരു മനുഷ്യനും രോഗങ്ങളില്ല. എല്ലാവരും പടച്ചവനെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യമാണ്. എല്ലാവർക്കും യൂസുഫ് നബിയുടെ സൗന്ദര്യമാണ്. എല്ലാവർക്കും 33 വയസ്സാണ്. അവിടെ പ്രായമുള്ളവരില്ല, കൊച്ചുകുട്ടികളില്ല. പടച്ചവനെ, ഒരു രോഗങ്ങളും അവിടെയില്ല. മഹാനായ തടവ ഉസ്താദ് പറഞ്ഞതുപോലെ, അസുഖങ്ങളില്ലാതെപ്പോഴും ആരോഗ്യമാ, അസുവാജുമത്തൊട്ടപ്പോഴും ഉല്ലാസമാ. എല്ലാവരും യുവാക്കളെ പോലെ അല്ലാഹുവേ അവിടെ വേർതിരിവില്ല. നിനക്ക് സൗന്ദര്യമുണ്ട്, എനിക്ക് സൗന്ദര്യമില്ല. നീ കറുത്തവനാണ്, ഞാൻ വെളുത്തവനാണ്. നീ പണക്കാരനാണ്, ഞാൻ പാവപ്പെട്ടവനാണ്. പടച്ചവനെ, ഒരു വേർതിരിവുമില്ല. എല്ലാവരും ആരോഗ്യത്തോടുകൂടി തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പടച്ചറബിന്റെ സ്വർഗത്തിൽ കിടന്ന് ഉല്ലസിക്കുകയാ. അതാ അവിടെ ഒരു മനുഷ്യനും ജോലി ചെയ്യണ്ട, അവിടെ ഒരു മനുഷ്യനും കഷ്ടപ്പെടണ്ട, അധ്വാനിക്കണ്ട, കിളക്കേണ്ട, പൂട്ടേണ്ട, വെയിൽ കൊള്ളേണ്ട. പടച്ചവനെ, ഒരു ജോലിയും അവിടെ ചെയ്യാൻ പോകണ്ട. പടച്ചവനെ, എന്തെങ്കിലും കഴിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായ, ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹമുണ്ടായ, ആ ഭക്ഷണം നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്.
ഒരു ഭക്ഷണം കഴിക്കണമെന്നുള്ള ഒരാഗ്രഹം നിന്റെ മനസ്സിലുണ്ടായി കഴിഞ്ഞ അത് നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവേ, തഴബ് ഉസ്താദ് പറയുകയാണ്, പടച്ചവനെ, ആ സ്വർഗത്തിലൂടെ കള്ളിന്റെ ആറിങ്ങനെ ഒഴുകുകയാണ്. കള്ളിന്റെ ആറൊഴുകുന്നു, തേനിന്റെ പുഴയൊഴുകുന്നു, പടച്ചവനെ, പാലിന്റെ നദികൾ ഒഴുകുകയാണ്. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ അതാ. ആദം നബി ആ സ്വർഗത്തിലൂടെ ഇങ്ങനെ ഉല്ലസിച്ചു കൊണ്ട് നടക്കുകയാണ്. ആ സ്വർഗത്തിലൂടെ മഹാനായ ആദം നബി ഇങ്ങനെ ഉല്ലസിച്ച് നടക്കുകയാ. കുറെ നാളുകൾ കഴിഞ്ഞു. ആദം നബി സ്വർഗത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുമ്പോ ആദം നബിക്കൊരു സന്തോഷമില്ല. അല്ലാഹുവിന്റെ സ്വർഗത്തിലൂടെ സർവാനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ നടന്നിട്ട് പോലും ആദം നബിക്കൊരു സന്തോഷമില്ല. അല്ലാഹു ആദം നബിയോട് ചോദിക്കുന്നു, ആദമേ, എന്തേ നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? എന്തേ നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? സ്വർഗത്തിലൂടെ നടന്നു പോകുന്ന ആദം നബിയോടാ ചോദിക്കുന്നത്. ഈ അനുഗ്രഹങ്ങൾ മുഴുവനും നിനക്ക് കിട്ടിയിട്ടും എന്താ ഒരു സന്തോഷമില്ലാത്തതെന്ന് ചോദിക്കുമ്പോ ആദം നബി അല്ലാഹുവോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഒറ്റയ്ക്ക് നടന്നു മടുത്തു പടച്ചവനെ, എനിക്കൊരു കൂട്ടുവേണമല്ലാ. സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹം കിട്ടി, എല്ലാം കിട്ടിയിട്ടും ആദം നബിക്കൊരു സന്തോഷമില്ല. ആദം നബി അല്ലാഹുവോട് പറയുകയാ, ഒറ്റയ്ക്ക് നടന്നു മടുത്തു പടച്ചവര്, എനിക്കൊരു കൂട്ടു വേണമല്ലാ. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിക്കൊരു ഇണയെ കൊടുക്കുകയാണ്, ഒരു കൂട്ടിനെ കൊടുക്കുകയാണ്. മഹദി ഹവ്വാ ബീബി റളിയല്ലാഹു തആല അൻഹാ. പടച്ചവനെ, തനിക്കൊരു ഇണയെ കൊടുത്തപ്പോ ആദം നബിക്ക് സന്തോഷമുണ്ടായി, സമാധാനമുണ്ടായി എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ, എന്റെ പ്രിയമുള്ള മുസ്ലിമേ, സ്വർഗത്തിലെ സർവ്വ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടും സന്തോഷമായില്ല. എപ്പോഴാണ് സന്തോഷമായത്? തനിക്കൊരു ഇണയെ കിട്ടിയപ്പോഴാണ് സന്തോഷമായത്. ഇതിനെക്കാളും ഒരു വലിയ തെളിവ് വേണ്ടല്ലോ, ഇതിനെക്കാളും ഒരു തെളിവ് വേണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഒറ്റയ്ക്കുള്ള ജീവിതം സന്തോഷമുള്ള ജീവിതമല്ല, ഒറ്റയ്ക്കുള്ള ജീവിതം സമാധാനമുള്ള ജീവിതമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പലരും ചോദിക്കും, എന്തിനാ ഉസ്താദേ വിവാഹം കഴിക്കുന്നത്? ഒറ്റയ്ക്ക് ജീവിച്ചാ മതിയല്ലോ, ഒറ്റയ്ക്ക് ജീവിക്കുന്നതല്ലേ സുഖമെന്ന് പറയുന്നവരെ, ഒരിക്കലുമല്ല. എന്തിനാണ് വിവാഹം കഴിക്കാൻ പറഞ്ഞതെന്നറിയുവോ? എന്തിനാണ് വിവാഹം കഴിക്കാൻ പറഞ്ഞതെന്നറിയുവോ? അതിനുള്ള മറുപടി അല്ല തന്നെ പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. എന്തിനാണ് വിവാഹം കഴിക്കുന്നതെന്നറിയുവോ? നിനക്കൊരു സന്തോഷമുള്ള ജീവിതം കിട്ടാനാ, നിനക്കൊരു സമാധാനമുള്ള ജീവിതം കിട്ടാനാ വിവാഹം കഴിക്കാൻ അല്ലാഹു പറയുന്നതെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, വിവാഹം കഴിച്ചാ സന്തോഷം കിട്ടും, സമാധാനമുള്ള ഒരു ജീവിതമുണ്ടാകും, നിന്റെ ജീവിതത്തിൽ ആനന്ദമുണ്ടാകും. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഈ സദസ്സിലിരിക്കുന്ന വിവാഹം കഴിച്ച ഓരോ ആണുങ്ങളും പെണ്ണുങ്ങളും നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, നിന്റെ ജീവിതം സന്തോഷത്തിലാണോ? നിങ്ങളുടെ ജീവിതം സന്തോഷത്തിലാണോ? പടച്ചവനെ, ഇന്ന് വിവാഹം കഴിച്ചത് കാരണം സമാധാനമില്ലാതെ നടക്കുകയാ. സന്തോഷമില്ലല്ലോ, സമാധാനമില്ലല്ലോ. എവിടെ നിന്നാണ് സമാധാനം കിട്ടുന്നതെന്ന് തേടിയിട്ട് ഇന്നാണുങ്ങളും പെണ്ണുങ്ങളും പരക്കം പായുന്ന കാലവാ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു,
പറഞ്ഞു സമാധാനം കിട്ടും വിവാഹം കഴിച്ച. എന്റെ പ്രിയമുള്ളവരെ, സമാധാനം വേണമെങ്കിൽ നിനക്ക് തോന്നുന്നത് പോലെ ജീവിച്ചാ പോരാ, നിനക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ ജീവിച്ചാ പോരാ. എങ്ങനെ ജീവിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, ദീൻ പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെ ജീവിക്കണമെന്നറിയുമോ? അള്ളാന്റെ ദീൻ പറയുന്നത് പോലെ കുടുംബ ജീവിതം നയിച്ചാ നിന്റെ ജീവിതത്തിൽ വല്ലാത്ത സന്തോഷവാ. നിന്റെ വീട് സ്വർഗവാ, നിന്റെ വീട് സ്വർഗവാ. നിനക്ക് സമാധാനമുള്ള ഒരു ജീവിതമാ. പരസ്പരം നിങ്ങൾക്ക് പരസ്പരം ഒരിക്കലും പിരിയാൻ കഴിയില്ല. ഒരു ഉദാഹരണം പറഞ്ഞു തരട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൾ മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമാണ്. തന്റെ പ്രിയപ്പെട്ട പൊന്നുമകളുടെ വിവാഹം കഴിഞ്ഞു. ആരാണ് പുതിയ ആപ്പളയാരാ? പടച്ചവനെ, മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരനായിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് തെരഞ്ഞെടുത്തത് ആരെയെന്നറിയുവോ? മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ, പുല്ല് വെട്ടിയിട്ട് ഒട്ടകത്തിന്റെ മുതലാളികളുടെ വീട്ടിലേക്ക്, ഒട്ടകവും കുതിരയുമുള്ള വീട്ടിലേക്ക് പുല്ല് വെട്ടിയിട്ട് കൊണ്ടു കൊടുക്കും. അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് കഴിയുന്ന പാവപ്പെട്ട സ്വഹാബിയാ. ആ സ്വഹാബിയുടെ കയ്യിലേക്കാണ് അള്ളാന്റെ റസൂല് തന്റെ പൊന്നുമോളെ വിവാഹം കഴിച്ചു കൊടുത്തത്. പരസ്പരം അവര് സന്തോഷത്തോടെ ജീവിക്കുകയാണ്. രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കുകയാ. അവസാനം ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ അലിയാര് തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് പൊരുത്തം ചോദിക്കുകയാണ്. അലിയാര് തങ്ങളുടെ കയ്യിൽ പിടിച്ചു പൊരുത്തം ചോദിച്ചു. അവസാനം അവിടെ നിന്ന് മരണപ്പെട്ടു. അല്ലാഹുവേ, മയ്യത്ത് കുളിപ്പിച്ച് കഫം പൊതിഞ്ഞ് വെള്ളത്തുടിയിൽ പൊതിഞ്ഞ് പള്ളികൾ കൊണ്ടുപോയി നമസ്കാരം കഴിഞ്ഞിട്ട് ജന്നത്തുൽ ബഖീൽ കൊണ്ടുപോയി 6 അടി മണ്ണിന്റെ അടിയിലേക്ക് മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് പിടിമണ്ണ് വാരി ഖബറിന്റെ മുകളിലേക്ക് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ നെഞ്ചിന്റെ മുകളിലേക്ക് പിടിമണ്ണ് വാരി എറിഞ്ഞിട്ട് എല്ലാവരും സലാം പറഞ്ഞ് പിരിഞ്ഞു പോവുകയാണ്. അലിയാര് തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. അലിയാര് തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. വൈകുന്നേര സമയമായി, പാതിരാത്രിയായി. അലിയാര് തങ്ങൾക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഒരു സമാധാനമില്ല, ഒരു സമാധാനമില്ല. കാരണം എന്തെന്നറിയുവോ? ഇന്നലെ വരെ തന്റെ കൂടെ ഇരുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമ, ഇന്നലെ വരെ തന്റെ കൂടെ കിടന്ന ഫാത്തിമയെ കാണാതെ വന്നപ്പോ, ഒരൊറ്റ ദിവസം തന്റെ ഭാര്യയെ കാണാതെ വന്നപ്പോ അലിയാര് തങ്ങൾക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ കാണാതെ വന്നപ്പോ അവസാനം അലിയാര് തങ്ങൾ വീട് വിട്ടിറങ്ങുകയാണ്. പടച്ചുറപ്പേ, എന്നിട്ട് ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന ഖബർസ്ഥാനിലേക്ക് കടന്നു ചെന്നു. തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഖബറിന്റെ ചാരത്തേക്ക് പാതിരാത്രി അലിയാര് തങ്ങൾ കടന്നു ചെന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, അസ്സലാമു അലൈക യാ ഫാത്തിമ. പാതിരാത്രി തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കൊണ്ട് ഖബറടക്കിയതിന്റെ 1ാമത്തെ രാത്രിയുണ്ടല്ലോ, തന്റെ ഭാര്യയുടെ ഖബറിന്റെ ചാരത്തു ഭർത്താവ് പോയി നിന്നിട്ട് അവിടെ നിന്ന് സലാം പറയുന്നു. ഫാത്തിമ 1ാമത് സലാം പറഞ്ഞു. ഫാത്തിമ ബീബി സലാം അടക്കുന്നില്ല. 2ാമത് അലിയാര് തങ്ങൾ സലാം പറഞ്ഞു. മടക്കാതെ വന്നപ്പോ അലിയാര് തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ, എന്നോട് പിണക്കമാണോ ഫാത്തിമ? എന്റെ സലാം അടക്കാത്തതെന്തേ ഫാത്തിമ? തന്റെ ഭാര്യ ഖബറിന്റെ അകത്ത് കിടന്ന് സലാം അടക്കാതെ വന്നപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭർത്താവ് ചോദിക്കുന്നു, എന്നോട് പിണക്കമാണോ ഫാത്തിമ? മരിച്ചെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലോ. ഖബറിന്റെ ചാരത്ത് ചെന്നിട്ട് പറയുന്നു, പിണക്കം മാറ്റു ഫാത്തിമ, എന്റെ സലാം അടക്കു ഫാത്തിമ. എത്ര പറഞ്ഞിട്ടും സലാം അടക്കാതെ വന്നപ്പോ തന്റെ ഭാര്യയുടെ മുകളിതാ തന്റെ പ്രിയപ്പെട്ടവളുടെ മുകളിൽ വാരികെട്ടിരിക്കുന്ന പച്ചമണ്ണിന്റെ മുകളിലേക്ക് കൈവച്ചിട്ട് അലിയാര് തങ്ങൾ പറയുന്നു, ഖബറേ,
എന്റെ ഫാത്തിമയോട് സലാം അടക്കാ പറകബറ്, എന്റെ ഭാര്യയോട് പിണങ്ങല്ലേ എന്ന് പറകബറ്, എന്റെ ഭാര്യയോട് പറ എന്റെ സലാം അടക്കാ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭാര്യയുടെ കബറിന്റെ ചാരത്തിരുന്നിട്ട് ഒരു ഭർത്താവ് ചോദിക്കുന്നു, എന്റെ ഭാര്യയുടെ വീട് എങ്ങനെയുണ്ട്, എന്റെ ഭാര്യയുടെ വിശേഷം എങ്ങനെയുണ്ട്, എന്റെ ഭാര്യയുടെ മണിയറയെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ? വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി മണിയറയ്ക്കകത്തേക്ക് കടന്നു വന്ന അലിയാര് തങ്ങളോട് ഫാത്തിമ എന്ന പ്രിയപ്പെട്ട അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള് കരഞ്ഞുകൊണ്ട് പറയുന്നു, അലിയേ ഇവിടെയല്ല മണിയറ, വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല മണിയറ. മണിയറ എവിടെയെന്നറിയുവോ? എവിടെയാണ് മണിയറയാക്കേണ്ടതെന്നറിയുവോ? വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല, എവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്നറിയുവോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി മണിയറയ്ക്കകത്ത് കടന്നു വന്ന ഭർത്താവിനോട് അലിയാര് തങ്ങളോട് മണ്ണറയാണ് മണിയറയാക്കേണ്ടത്, ആരുടെ മണ്ണാണ് മണിയറയാക്കേണ്ടത് എന്ന് ഭർത്താവിനോട് പറഞ്ഞു കൊടുത്ത പ്രിയപ്പെട്ട ഭാര്യ അലിയാര് തങ്ങൾ ചോദിക്കുന്നു, ഖബറ് എന്റെ ഭാര്യയുടെ വിശേഷമൊന്ന് പറഞ്ഞു തരുവോ? എന്റെ ഭാര്യയോട് എന്റെ സലാം അടക്കാനെന്ന് പറയുവോ? ജീവിച്ചിരിക്കുന്ന ഭാര്യയോട് പറയുന്നത് പോലെ ഖബറിന്റെ ചാരത്ത് ചെന്നിരുന്ന് പറഞ്ഞു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ, ജീവിതമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ, കുടുംബജീവിതമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, എന്തിനാണ് വിവാഹം കഴിക്കാൻ പറഞ്ഞത്? നിനക്ക് സന്തോഷമുള്ള ഒരു ജീവിതം വേണോ? സമാധാനമുള്ള ഒരു ജീവിതം വേണോ? ആ ജീവിതം കിട്ടാനാണ് വിവാഹം കഴിക്കാൻ അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ള മുസ്ലിമേ, ഖുർആൻ പറഞ്ഞു വിവാഹം കഴിച്ചാ സമാധാനം കിട്ടും. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു വിവാഹം കഴിച്ചാ സന്തോഷം കിട്ടും, സമാധാനം കിട്ടും. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പലരും വിവാഹം കഴിച്ചവരാ, പക്ഷെ നമുക്ക് സന്തോഷമുണ്ടോ? നമുക്ക് സമാധാനം ഉണ്ടോ? കണ്ണീര് കുടിച്ചോണ്ടിരിക്കാം. എടാ വൈകുന്നേരം 10 മണിയായി 10:30 വീട്ടിൽ പോകുന്നില്ല. കാരണം എന്തേ? ഭാര്യയെ കാണാൻ വയ്യ. പല ചെറുപ്പക്കാർക്കും വീട്ടിൽ പോകാൻ മടിയ. കാരണം എന്തേ? ഭാര്യ അല്ലാഹു ഉള്ള സമാധാനം പോയി. ഇനി ആരെങ്കിലും വീട്ടിൽ പോയാ എങ്ങനെങ്കിലും ഒന്ന് നേരം വെളുത്താൽ മതി, പടച്ചവനെ ഒന്ന് പുറത്തു പോകാൻ, എങ്ങനെങ്കിലും ഒന്ന് നേരം വെളുത്താൽ രക്ഷപ്പെടാൻ മതി. ഇതാ നമ്മുടെ ചിന്ത. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ അധപ്പതിച്ചു പോയത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് തോന്നുന്നത് പോലെ ജീവിക്കുന്നത് കൊണ്ടാണ്. നമുക്ക് തോന്നുന്നത് പോലെ ജീവിക്കുന്നത് കൊണ്ടാണ്. ഇസ്ലാം പറയുന്നുണ്ട് എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിച്ചാലാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത്, നാളെ സ്വർഗത്തിലും ഒരുമിച്ച് കൂടാൻ കഴിയുന്നത്. ഖുർആൻ പറയുന്നുണ്ട് അങ്ങനെ ജീവിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊന്ന് കൈവക്കിക്ക്. ഇത് സ്വാതന്ത്ര്യ ദിനത്തിന് കൊടിവെക്കണ പോലുണ്ട്. സ്റ്റേജിലിരുന്നവരെ ഞാൻ നോക്കിയില്ല, പൊക്കിയോ ഇല്ല. പലരും കൈവെക്കുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ഉസ്താദ് ഇവിടെ തന്നെ സഹിക്കുന്നത് പോരാ, ഇനി സ്വർഗത്തിലും ഉണ്ടോ? എനിക്ക് പോണില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബജീവിതം പോലെ ആനന്ദമുള്ള ഒന്നും ഈ ദുനിയാവിലില്ല. പഠിക്കണം. കുടുംബജീവിതം പോലെ സന്തോഷവും സമാധാനവുമുള്ള ഒന്നും ഈ ദുനിയാവിലില്ല. സ്വർഗത്തിലെ സർവ്വ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടും ആദം നബിക്ക് സന്തോഷം കിട്ടിയില്ല. സന്തോഷം കിട്ടിയത് എപ്പോഴാ? ഒരു പെണ്ണ് കിട്ടിയപ്പോഴാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് സന്തോഷം കിട്ടാത്തതിന്റെ കാരണം, നമ്മുടെ ജീവിതത്തിൽ സമാധാനം കിട്ടാത്തതിന്റെ കാരണം, നമുക്ക് രണ്ടുപേർക്കും ഇങ്ങനെ പരസ്പരം തമ്മിലടിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തമ്മിലടിയാ. ഉസ്താദേ, ഭർത്താവ് ഭാര്യയോട് പറയും, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്റെ പൊരുത്തം വേണം. ഭാര്യക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഭർത്താവിന്റെ പൊരുത്തം വേണം. അങ്ങനെ ഭർത്താവിന്റെ പൊരുത്തം ഉണ്ടെങ്കിൽ ഭാര്യക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും. എന്നാ മനുഷ്യന്മാരെ നിന്റെ ഭാര്യയുടെ പൊരുത്തം നിനക്കും വേണം കേട്ടോ. അവക്ക് മാത്രല്ല, നിന്റെ ഭാര്യയുടെ പൊരുത്തം നിനക്കും വേണം. എപ്പോഴും എല്ലാ ഉസ്താദന്മാരും എവിടെ നോക്കിയാലും ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടുള്ള കടമകളെ കുറിച്ചാ എവിടെയും വാഴത്, അല്ലേ?
ഭർത്താവിന്റെ മൂക്കിൽ നിന്ന് ചീഞ്ചലം ഒഴുകി വന്ന അതുപോലും ഭാര്യയുടെ കഥ. ഇതൊക്കെ പ്രസംഗല്ലേ? ഭാര്യയ്ക്ക് തന്റെ ഭർത്താവിനോട് കടമകളുണ്ട് എന്നാ ഖുർആൻ സൂറത്തുൻ നിസാ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നിനക്ക് നിന്റെ ഭാര്യയോടും കടമയുണ്ടെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളോടുള്ള കടമയാക്കാൽ കൂടുതൽ കടമ നിങ്ങൾക്ക് തിരിച്ചുണ്ടെന്ന് മഹാനായി നബിയുനാ റസൂലുള്ളാഹി, മഹാനായി നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഇന്നത്തെ വയല് ഭർത്താക്കന്മാരെ, ഭാര്യമാരെ ഞാൻ ഒന്നും പറയൂല, ഭാര്യമാരെ ഞാൻ ഒന്നും പറയൂല. ഇന്നത്തെ വയല് ഭർത്താക്കന്മാരായ നമുക്കുള്ളതാ. എന്നും അവരെ അല്ലേ കുറ്റം പറയണേ. ഇന്നൊന്ന് തിരിച്ച് നമുക്കും നന്നാകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ വയല് കഴിയുമ്പോൾ തീരുമാനമാകും ഏകദേശം. ഈ വയല് കഴിയുന്നതോടുകൂടി സത്യം പറഞ്ഞാൽ പെണ്ണുങ്ങളുടെ മുന്നിൽ വെച്ച് ഈ വയല് പറയാൻ തന്നെ പാടില്ല. കാരണം ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോട് 12 കടമയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ 12 കടമയിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നീ പാലിച്ച നിന്റെ പെണ്ണുമ്പുള്ള നീ അങ്ങോട്ട് ബഹുമാനിക്കാൻ പറയണ്ട, അവള് നിന്നെ ബഹുമാനിക്കും. നിന്റെ ഉമ്മാനെ സ്നേഹിക്കും, നിന്റെ വാപ്പാനെ സ്നേഹിക്കും, നിനക്ക് വെച്ച് വിളമ്പി തരും. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അവള് പരാതി പറയൂല. സന്തോഷത്തോടെ നിന്റെ കൂടെ പട്ടിണിയാണെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സന്തോഷത്തോടെ ജീവിക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, റക്കപ്പർ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഭർത്താവിന് തന്റെ ഭാര്യയോട് എത്ര കടമയുണ്ട്? എത്ര കടമയുണ്ട്? നിങ്ങൾക്ക് പലർക്കും ഇഷ്ടപ്പെടൂല, കാരണം അങ്ങനെയാണല്ലോ. ഇപ്പൊ ഒരു സ്ഥലത്ത് വഴുതിന് പോയാ അവിടുത്തെ പ്രായമുള്ളവർ പറയും, ഉസ്താദ് ഈ നാട്ടിലെ ചെറുപ്പക്കാരൊന്നും ശരിയല്ല. വഴുത് പറയുമ്പോ ഒന്ന് പറയണം കേട്ടോ. ചെറുപ്പക്കാര് വന്നിട്ട് പറയും, ഉസ്താദ് കിളവന്മാരൊന്നും ശരിയല്ല, പള്ളിയുടെ മുന്നിൽ ഇരുന്ന് ഇറച്ചി തീറ്റിയ, ഒന്ന് പള്ളിക്കുഴി പോകാൻ സമയമായി എന്നിട്ട് നന്നായിട്ടില്ല, ഒന്ന് പറഞ്ഞേക്കണം. നാട്ടിലെ പ്രായമുള്ളവർ പറയും, ഉസ്താദ് ഇവിടുത്തെ പെണ്ണുങ്ങളൊന്നും ശരിയല്ല ട്ടാ, ഒന്ന് പറയും, പ്രസംഗത്തിൽ ഒന്ന് സൂചിപ്പിച്ചേക്കണം. പെണ്ണുങ്ങളോട് ചോദിച്ചാൽ പറയും, ഇവിടുത്തെ ആണുങ്ങളൊന്നും ശരിയല്ല, ഒന്ന് വഴുത് പറയാം. എന്നാൽ ഞങ്ങൾ നന്നാകാൻ വേണ്ടി വഴുത് പറയുന്ന ഒരാളും പറയാറില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വഴുത് ആദ്യം നന്നാകേണ്ടത് നമ്മളാ. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ കുടുംബജീവിതം പോലെ സന്തോഷമുള്ള ഒന്നും ഈ ദുനിയാവിലില്ല. ചില കാര്യങ്ങൾ പഠിച്ചാൽ മതി. വിവാഹം കഴിച്ചിട്ട് 50, 60, 40 വർഷമായി, വർഷത്തിലൊന്നും കാര്യമൊന്നുമില്ല, വർഷങ്ങളിലൊന്നും കാര്യമില്ല. പെണ്ണിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ജീവിതം ഏതൊരാണിന്റെയും ആഗ്രഹമാണ്, പെണ്ണ് കെട്ടുന്ന ഏതൊരാണിന്റെയും ആഗ്രഹമാണ് തന്റെ ഭാര്യയെ വരച്ച വരെ നിർത്തണം. ആഗ്രഹമല്ലേ? ഏതൊരാണിന്റെയും ആഗ്രഹമാണെന്ത്? പെണ്ണിനെ വരച്ച വരെ നിർത്തണം. ഖിയാമത്ത് നാൾ വരെ നിന്നെ കൊണ്ട് അതിന് കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നീ വരച്ചിട്ട് കയറി നിൽക്കും, നിന്റെ പെണ്ണുമ്പുള്ള ഒരു കാലത്തും കയറി നിൽക്കത്തില്ല. നീ വെറുതെ കിടന്ന് കഷ്ടപ്പെടണ്ട. കാരണം എന്ത്? അള്ളാഹു അവളെ സൃഷ്ടിച്ചിരിക്കുന്നത് വളഞ്ഞ എല്ലിൽ നിന്നാണ്. വളഞ്ഞ എല്ലിൽ നിന്നാണ് അള്ളാഹു പെണ്ണിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരുപാട് വളച്ചാലും ഓടിയും, ഒരുപാട് നൂത്താലും ഓടിയും. അപ്പൊ വളയ്ക്കേം വേണ്ട, നൂക്കേം വേണ്ട, മധ്യമായ രീതിയിൽ കൊണ്ടുപോകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പെണ്ണുങ്ങൾക്ക് സന്തോഷമായിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, പെണ്ണുങ്ങൾക്ക് ചില പാരമ്പര്യമായിട്ടുള്ള ചില സ്വഭാവമുണ്ട്. ഒരു സ്വഭാവം ഞാൻ പറഞ്ഞു തരാം. അധികം പെണ്ണുങ്ങൾക്കും ഭർത്താവിന്റെ വാപ്പ ഉമ്മ കൂടപ്പറപ്പ് ഇഷ്ടമല്ല. സത്യല്ലേ? അധികം പെണ്ണുങ്ങൾക്കും അവളുടെ കുടുംബം എന്ന് പറഞ്ഞ 1000 നാൾ. എന്നാ ഭർത്താവിന്റെ കുടുംബക്കാരോട് ഞാൻ 100 പറയത്തില്ല, 99% പെണ്ണുങ്ങൾക്കും താല്പര്യമില്ല. 1% നേരത്തില്ല. അത് ഇന്ന് തുടങ്ങിയതല്ല, പണ്ടേ തുടങ്ങിയതാ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ യുദ്ധം കഴിഞ്ഞിട്ട് വീട്ടിൽ കയറി വരിക. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക. ഒരു യുദ്ധം കഴിഞ്ഞിട്ടാ പ്രവാചകൻ വരുന്നേ. പള്ളി വന്ന് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വന്നപ്പോ ഭാര്യ വീടിന്റെ കവാടത്തിൽ വെച്ച് പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുക, ഭാര്യമാരിൽ ഏറ്റവും ഇഷ്ടം ആരോടാ നബി? മഴവെള്ളപ്പൊക്കത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടു. അവസാനം ഗവൺമെന്റ് പറഞ്ഞു, പഞ്ചായത്ത് ഓഫീസിൽ പോയാൽ എന്തെങ്കിലും കിട്ടും. അങ്ങനെ പേപ്പറും പറക്കിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ദിവസങ്ങളായിട്ട് ഇങ്ങനെ നടക്കാം. അവസാനം പറഞ്ഞു ഇന്ന് കിട്ടും. അങ്ങനെ രാവിലെ മുതൽ അവിടെ പോയി നിന്നു. 12 മണിയായി, 1 മണിയായി, 2 മണിയായി. അവസാനം അവന്റെ മുന്നിൽ പോയപ്പോ അവൻ പറയുന്നു, നീ പോയി ആധാറിന്റെ കോപ്പി എടുത്തോണ്ട് വരാൻ. പടച്ചവൻ അവിടെ നിന്നുകൊണ്ട് മനസ്സിൽ അവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും സർവ്വതും വിളിച്ചിട്ട് ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് വീട്ടിൽ കയറി വരുമ്പോ നമ്മുടെ പെണ്ണുമ്പുള്ള വീടിന്റെ കവാടത്തിൽ വെച്ചിട്ട് ഇക്കാ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? ഒറ്റയടിക്ക് താഴെ കിടക്കും അവള്. അല്ലെങ്കിൽ പറയും നിന്റെ വാപ്പാലയാണ്. നമുക്ക് ദേഷ്യം വരും. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വീട്ടിലേക്ക് യുദ്ധം കഴിഞ്ഞിട്ടാ മടങ്ങി വരുന്ന നബിയെ, 11 ഭാര്യമാരിൽ ഏറ്റവും ഇഷ്ടം ആരെയാ നബിയെ?
അള്ളാന്റെ റസൂല് പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നെ ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ സന്തോഷമായി വീടിന്റെ അകത്ത് കയറി. വീടിന്റെ അകത്ത് കയറിയ പ്രവാചകനെ രണ്ടാമതും പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, ആണുങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടമാരെയാ? ആണുങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടമാരെയാ? അള്ളാന്റെ റസൂല് പറഞ്ഞു, നിന്റെ വാപ്പ അബൂബക്കർ സിദ്ദീഖിനെ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതാ പെണ്ണ്. നീ അവളുടെ വാപ്പാനെ കുറിച്ചൊന്ന് പറഞ്ഞു നോക്ക്. അള്ളാണ് നിന്റെ ഉപ്പ എത്ര നല്ല മനുഷ്യനാ. അള്ളാ, എന്റെ ഉമ്മ ഒന്ന് പറഞ്ഞു നോക്ക്. പെണ്ണുമ്പിള്ള തലയിൽ കയറിയിരിക്കും. അത് ഞാൻ പറഞ്ഞു, പെണ്ണിന് ചില സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ പോകാൻ സന്തോഷത്തോടു കൂടി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ എന്താ? എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നമ്മുടെ ഭാര്യ ആരാണെന്ന് പഠിക്കണം. വെറുതെ കടന്നാ പോരാ. നിന്റെ ഭാര്യ ആരാണെന്ന് നീ മനസ്സിലാക്കണം. 1400 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ തുടക്കകാലത്തിൽ പ്രബോധനമായിട്ട് പടച്ചവനെ അതാ മക്കയിലൂടെ നടക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രബോധനം നടത്തി. വല്ലാത്ത പീഡനങ്ങളായിരുന്നു. അള്ളാഹുവേ ദീനിലേക്ക് കടന്നു വരുന്നവരെ പട്ടിക തല്ലുന്നത് പോലെ ഖുറൈശികൾ തല്ലിച്ചതയ്ക്കുകയാ. പ്രതിരോധിക്കാൻ കഴിയില്ലല്ലോ. എവിടെ നോക്കിയാലും മുസ്ലിമീങ്ങളെ തല്ലിച്ചതയ്ക്കുകയാണ്. പടച്ചവനെ പ്രവാചകന്റെ മുന്നിലേക്ക് രക്തമൊലിപ്പിച്ചുകൊണ്ട് സഹാബാക്കളെ കടന്നു വന്നിട്ട് കരഞ്ഞുകൊണ്ട് പരാതി പറയുകയാ. അതാ തന്റെ പച്ചയിറച്ചി കത്തിച്ചുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് കാണിച്ചിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. അവസാന പീഡനം സഹിക്കാൻ കഴിയാതെ വന്നപ്പോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാ. പടച്ചവനെ അവസാനം തന്റെ ജീവിതകാലം മുഴുവനും സമ്പാദിച്ചത് മുഴുവനും മക്കയിൽ ഉപേക്ഷിച്ചിട്ട് വെറും കൈയോടുകൂടിയാണ് മദീനയിലേക്ക് പോകേണ്ടി വന്നത്. കഷ്ടപ്പെട്ടത് മുഴുവനും മക്കയിലിട്ടിട്ട് ഇട്ടിരുന്ന വസ്ത്രത്തോടുകൂടി സഹാബാക്കള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുകയാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അവസാനം അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. പടച്ചവരെ, മദീന നിവാസികളതാ സ്വീകരിക്കുകയാ. എന്നിട്ട് മുഹാജിരീങ്ങൾ അൻസാരിങ്ങൾ സ്വീകരിച്ചത് എങ്ങനെയെന്നറിയുവോ? 2 വീടുള്ളവർ ഒരു വീട് കൊടുത്തു. പടച്ചവനെ, വാഹനമുള്ളവർ വാഹനം കൊടുത്തു. പണമുള്ളവർ പകുതി പണം കൊടുത്തു. 2 ഭാര്യമാർ കൂടുതലുള്ളവര് ഒരു ഭാര്യ തലാഖ് പറഞ്ഞിട്ട് ആ പാവപ്പെട്ട മുഹാജിരീങ്ങൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. ഒന്നുമില്ലാത്തവരെ ആ പാവപ്പെട്ടവര് സഹായിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവര്, മുഹാജിരീങ്ങളെ അൻസാരികളെ സഹായിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ആരാണ് നിന്റെ ഭാര്യയെന്നറിയുമോ? ആരാണ് നിന്റെ ഭാര്യയെന്നറിയുമോ? അവള് ഹിജ്റ ചെയ്ത് വരുന്നവളാ. സ്വന്തം വീട്ടിൽ നിന്ന് ഹിജ്റ ചെയ്തിട്ട് നിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നവളാണ് നിന്റെ ഭാര്യ. നീ വിവാഹം കഴിച്ചു കഴിഞ്ഞാ അന്ന് മുതൽ അവളുടെ ഉമ്മയല്ല. അന്ന് മുതൽ അവളുടെ ഉമ്മ പോയി നിന്റെ ഉമ്മയാണ് ഇനി അവളുടെ ഉമ്മ. നിന്റെ വാപ്പയാണ് അവളുടെ വാപ്പ. നിന്റെ കൂടപ്പിറപ്പാണ് അവളുടെ കൂടപ്പിറപ്പ്. നിന്റെ വീടാണ് അവളുടെ വീട്. നിന്റെ നാടാണ് അവളുടെ നാട്. അല്ലാഹുവേ, പടച്ചവര് പുതിയ ഒരു കുടുംബത്തിലേക്ക് കടന്നു വരികയാ. അവളുടെ കുടുംബക്കാരെ മുഴുവനും നിറകണ്ണുകളോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞിട്ട് ഇനി മുതൽ പുതിയ മാതാപിതാക്കളോ കൂടപ്പിറപ്പുകളാ കൂട്ടുകാരാ വീടാട്. പടച്ചവനെ, അങ്ങനെ ഹിജ്റ ചെയ്തുകൊണ്ടാണ് നിന്റെ ഭാര്യ നിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നീ അവളെ ബഹുമാനിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ഒരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, മാ ഹഖ്ഖു സൗജതി അഹദിനാ അലൈഹി. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഒരു സഹാബി ചോദിച്ചു, നബിയേ, ഭാര്യയോട് ഭർത്താക്കന്മാർക്കുള്ള കടമ എന്താണ് നബിയേ?
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് നിന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ എന്തെന്നറിയുമോ? അള്ളാന്റെ റസൂല് പറയുകയാ, അള്ളാന്റെ റസൂല് പറയുകയാ, അയ്യുതഇമഹാ മിമ്മാ യുതഅം. അള്ളാന്റെ റസൂല് പറയുന്നു, നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുക്കല് നിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയെയും കഴിപ്പിക്കണം, ഇത് നിന്റെ കടമയാണെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഏത് ഭർത്താവാ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന എത്ര പേരാ ഉള്ളത്? എന്റെ പ്രിയമുള്ളവരെ, ഈ പുറക്കാട്ടിലെ ഏറ്റവും വലിയ അല്ലാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങുന്നോ, പടച്ചവന്റെ റഹ്മത്ത് ഇറങ്ങുന്നോ, ഏറ്റവും കൂടുതൽ ബറക്കത്തുണ്ടാകുന്ന വീടേതെന്നറിയുമോ? ഈ പുറക്കാട്ടിലെ ഏറ്റവും നല്ല ഭവനമേതെന്നറിയുമോ? അല്ലാഹുവിന്റെ കരുണ ഇറങ്ങുന്നോ ബറക്കത്തുള്ള ഭവനമേതെന്നറിയുമോ? ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടുണ്ടല്ലോ, ആ വീട്ടിൽ അല്ലാഹുവിന്റെ ബറക്കത്ത് ഇറങ്ങുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഒരുമിച്ചിരുന്നൊരു പാത്രത്തിലിരുന്ന് കഴിക്കണം. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര്, നീ നിന്റെ ഭാര്യയുടെ കൂടെ ഒരുമിച്ചൊരു പാത്രത്തിനകത്തിരുന്ന് കഴിക്കണം. നിനക്കതിന് സമയമില്ലല്ലോ, പടച്ചവനെ, രാവിലെ മുതൽ വൈകുന്നേരം വീടിന്റെ അകത്തൊരു വേലക്കാരിയെ പോലെ കടന്ന് ജോലി ചെയ്യുകയാണ്. എന്നിട്ട് വൈകുന്നേര സമയമെത്തിയപ്പോ വീട്ടിലുള്ളവർക്ക് മുഴുവനും ഭക്ഷണം വിളമ്പി വെച്ചു. എല്ലാവരും കഴിക്കാൻ തയ്യാറെടുത്തു. മോളെ, നീ കഴിക്കുന്നില്ലേ? പെണ്ണ് പറയുന്നു, എന്റെ ഇക്ക വരട്ടെ, ഒരുമിച്ച് കഴിക്കാം. അങ്ങനെ കുടുംബത്തിലെ എല്ലാവരും ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറക്കമായി വീടിന്റെ കവാടത്തിൽ കാത്തിരിക്കുകയാ. ഭർത്താവ് വന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാമല്ലോ കാത്തിരിക്കുകയാണ്. അവസാനം അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. അതാ 10:30 11 മണിയായി. ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരികയാണ്. ഭാര്യ ഞെട്ടിയുണർന്ന് കവാടം തുറന്ന് സലാം പറഞ്ഞു സ്വീകരിക്കുകയാ. ആ സമയത്ത് ഭർത്താവ് പറയുന്നു, പെണ്ണ്, ഞാൻ ഭക്ഷണം കഴിച്ചു, വേണമെങ്കിൽ നീ ഒറ്റയ്ക്കിരുന്ന് കഴിച്ചിട്ട് കിടന്നോ. അല്ലാ, ഇടിത്തീ പോലെയാണ് ഭാര്യയുടെ മനസ്സിലേക്ക് അത് തറയ്ക്കുന്നത്. അവസാനം അവളെ ഡൈനിങ് ടേബിളിന്റെ മുന്നിലേക്ക് ചെന്നിരുന്നു. ഭക്ഷണം എടുത്തിട്ട് റബ്ബേ വായിലേക്ക് വാരി വെക്കുമ്പോ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങുന്നില്ല. അവസാനം എല്ലാം എടുത്തു വെച്ചിട്ട് അതാ കിടപ്പറയിൽ വന്ന് പട്ടിണി കിടക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, കൂട്ടുകാരുടെ കൂടെ ഹോട്ടലിൽ പോയി പണ്ടം നിറച്ചിട്ട് കടന്നു വരുന്നവര്, എടാ നീ വയറ് നിറച്ച് കഴിച്ചിട്ടാണ് പോകുന്നതെങ്കിലും നിന്റെ ഭാര്യയുടെ കൂടെ നിനക്കുമൊന്ന് പോയിരുന്നുകൂടെ. കഴിച്ചില്ലെങ്കിലും അവരുടെ കൂടെ പോയിരുന്നു ആ പാത്രത്തിനകത്ത് നിന്നൊരൽപ്പം ഭക്ഷണം നിനക്ക് വാരിക്കടിച്ചുകൂടെ. എങ്കിലും നിന്റെ പാവപ്പെട്ടവനെങ്കിലും ഭക്ഷണം കഴിക്കുമല്ലോ. അല്ലാ, ഒരു കരുണ കാണിക്കാത്ത ഭർത്താക്കന്മാരുണ്ട്. എങ്കിലും എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര്, വീട്ടിലുള്ളവർക്ക് മുഴുവനും ഭക്ഷണം വിളമ്പി വെച്ചു. എല്ലാവരും കഴിക്കാൻ തയ്യാറെടുത്തു. മോളെ, നീ കഴിക്കുന്നില്ലേ? പെണ്ണ് പറയുന്നു, എന്റെ ഇക്ക വരട്ടെ, ഒരുമിച്ച് കഴിക്കാം. അങ്ങനെ കുടുംബത്തിലെ എല്ലാവരും ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറക്കമായി വീടിന്റെ കവാടത്തിൽ കാത്തിരിക്കുകയാ. ഭർത്താവ് വന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാമല്ലോ കാത്തിരിക്കുകയാണ്. അവസാനം അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. അതാ 10:30 11 മണിയായി. ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരികയാണ്. ഭാര്യ ഞെട്ടിയുണർന്ന് കവാടം തുറന്ന് സലാം പറഞ്ഞു സ്വീകരിക്കുകയാ. ആ സമയത്ത് ഭർത്താവ് പറയുന്നു, പെണ്ണ്, ഞാൻ ഭക്ഷണം കഴിച്ചു, വേണമെങ്കിൽ നീ ഒറ്റയ്ക്കിരുന്ന് കഴിച്ചിട്ട് കിടന്നോ. അല്ലാ,
ഇടിത്തീ പോലെയാണ് ഭാര്യയുടെ മനസ്സിലേക്ക് അത് തറയ്ക്കുന്നത്. അവസാനം അവളെ ഡൈനിങ് ടേബിളിന്റെ മുന്നിലേക്ക് ചെന്നിരുന്നു. ഭക്ഷണം എടുത്തിട്ട് റബ്ബേ വായിലേക്ക് വാരി വെക്കുമ്പോ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങുന്നില്ല. അവസാനം എല്ലാം എടുത്തു വെച്ചിട്ട് അതാ കിടപ്പറയിൽ വന്ന് പട്ടിണി കിടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, കൂട്ടുകാരുടെ കൂടെ ഹോട്ടലിൽ പോയി പണ്ടം നിറച്ചിട്ട് കടന്നു വരുന്നവര്, എടാ നീ വയറ് നിറച്ച് കഴിച്ചിട്ടാണ് പോകുന്നതെങ്കിലും നിന്റെ ഭാര്യയുടെ കൂടെ നിനക്കുമൊന്ന് പോയിരുന്നു കൂടെ. കഴിച്ചില്ലെങ്കിലും അവരുടെ കൂടെ പോയിരുന്നു ആ പാത്രത്തിനകത്ത് നിന്നൊരൽപ്പം ഭക്ഷണം നിനക്ക് വാരിക്കടിച്ചുകൂടെ. എങ്കിലും നിന്റെ പാവപ്പെട്ടവനെങ്കിലും ഭക്ഷണം കഴിക്കുമല്ലോ. അല്ലാ, ഒരു കരുണ കാണിക്കാത്ത ഭർത്താക്കന്മാരുണ്ട്. എങ്കിലെന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര്